ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോണിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകേണ്ടത് ഷവറുകൾക്ക് ആമില്ലാതെ ഷവർ എങ്ങനെ ഫിറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ ഷവർ ഫിറ്റ് ചെയ്യുമ്പോൾ ആമ് ഉണ്ടാവും, എത്ര നീളത്തിനനുസരിച്ചുള്ള ആമ് ഫിറ്റ് ചെയ്യാനാണ് സാധാരണ പതിവ്. അപ്പൊ അതല്ലാതെ വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെ ഇതിൽ ആമ് കൊടുക്കാതെ ഷവർ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെയാണെന്നുള്ള ചെയ്തൊക്കെ ഇത് മുന്നിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ നേരെ അത് പോയി കണ്ടോളി, എന്നിട്ട് നമുക്ക് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണത് കാണാം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിവിടെ പ്ലംബിങ് നടന്നുകൊണ്ട് കേട്ടോ. നമ്മളെ സൈറ്റിൽ ചെറിയ പ്ലംബിംഗ് ആണ്, ചെറിയ വീടിൻ്റെ ചെറിയ പ്ലംബിംഗ് ആണ് കേട്ടോ. 2 ബാത്റൂം ഉണ്ട്. അപ്പോൾ പൈപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സാധാ ക്ലോസറ്റും ഒരു യൂറോപ്യനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല കേട്ടോ. നമ്മൾ ഷവറൊക്കെ വെക്കുമ്പോഴേ ചിലപ്പോൾ ആളുകൾ നീളം പോരാ, ആമിന് നീളം പോരാ, കുറച്ച് നീളത്തിലിടാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സീലിംഗ് ചെയ്യണ സമയത്ത് ഇതേമാതിരി സീലിങ്ങിൽ ഒരു പൈപ്പ് ഇട്ട് വെച്ചാൽ ആമിൻ്റെ പ്രശ്നം നമുക്കവിടെ ഒഴിവാക്കാം. ഷവറാമിൻ്റെ അത് നേരെ സീലിങ്ങിൽ നമുക്ക് ഷവറിൻ്റെ ഹെഡാണ്ട് കൊണ്ടുപോയി കുടിക്കുന്ന പണിയുള്ളൂ. പിന്നെ നേരെ ഇവിടെ വരുന്നത് സ്റ്റോപ്പ് കോക്ക്, ടാപ്പ്. ഇത് സാധാ ക്ലോസറ്റിനുള്ള കേട്ടോ, സാധാ ക്ലോസറ്റ്. പിന്നെ അതിൽ ഫ്ലഷ് ടാങ്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് കൂരി കാണിച്ചു തരാം നമുക്ക് വെച്ചത് എങ്ങനെയാണെന്നുള്ളത്. കണ്ടില്ലേ, സാധാ PM16 പോയിൻ്റ് എൽബോ ആണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പിന്നെ ഇൻസുലേഷൻ എന്തെങ്കിലും വെച്ചിട്ട് അടച്ച് വെച്ചാൽ മതി നല്ല രീതിയിൽ. പിന്നെ തേപ്പിൻ്റെ കഴിഞ്ഞ് നമ്മൾ പ്ലംബിങ് വയറിങ്ങിന് വരുന്ന സമയത്ത് അത് ഊരിയിട്ട് തേപ്പിന് മുന്നായിട്ട് ഒരു ബ്ലൂ പ്ലഗ് നമ്മൾ അടിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അത് നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മറ്റേ നമ്മൾ എക്സ്റ്റൻഷൻ ഇട്ടിട്ട് എത്ര ഇഞ്ച് താന്നുണ്ട് അതിനനുസരിച്ചുള്ളൊരു എക്സ്റ്റൻഷൻ വാങ്ങുക. എക്സ്നിപ്പിൾ കേട്ടോ, എക്സ്നിപ്പിൾ വാങ്ങിയിട്ട് നേരെ നമ്മൾ പിന്നെ സ്റ്റീൽ എക്സ്നിപ്പിൾ വാങ്ങുക. എന്നിട്ട് അത് നേരെ ഇതിൽ കയറ്റിയിട്ട് അതിൻ്റെ തലക്കിൽ നമ്മൾ റെയിൻ ഷവർ കുടിക്കാൻ മതി. എത്ര വലുത് നമുക്ക് വേണ്ട വെച്ചാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെക്കാം. അപ്പോൾ അതിങ്ങനെ വരുമ്പോൾ നമുക്ക് തേപ്പും കാര്യങ്ങളും ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സീലിങ്ങിൽ നിന്ന് അങ്ങനെ വരുമ്പോൾ നല്ല ഒരു ഇത് കിട്ടും. ഹൈറ്റ് കൂടിന് പറ്റില്ല കേട്ടോ, ഒരു മേടായിട്ടുള്ള ബാത്റൂമിൽ ഇത് നടക്കുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ നല്ല സുഖമാണ്, നമുക്ക് ഫിറ്റിങ്ങും കുറഞ്ഞു കിട്ടും, ആമിൻ്റെ പ്രശ്നം വരില്ല. എത്ര നീളത്തിൽ നമുക്ക് വേണ്ട ഹൈറ്റിലോ വേണ്ട നീളത്തിൽ നമുക്ക് ആദ്യം തന്നെ കുടുക്കി വെക്കാം. അതുകൊണ്ടുള്ളൊരു മെച്ചം. അപ്പോൾ നമ്മൾ അടുത്ത റൂമിലൊരു പ്ലംബിംഗ് ഉണ്ട്, അതുകൂടി നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഇവിടെ വാഷ് ബേസിനൊക്കെ വരണം കേട്ടോ. അപ്പോൾ അടുത്ത ബാത്റൂമൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മൾ ഷവർ നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഷവറിൻ്റെ പോയിൻറ്റും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ബ്ലൂ പ്ലഗ് ഇട്ട് വെച്ചാണ് നമുക്കത് അയച്ചിട്ട് ഷവറിൻ്റെ ഹെഡ് കൊടുക്കണം പണിയുള്ളൂ. പിന്നെ ഇവിടെ വെട്ടി തുടങ്ങിയിട്ടുള്ളൂ. വലിയ ഹൈടെക് പ്ലംബിംഗ് ഒന്നും അല്ല കേട്ടോ, ചെറിയൊരു വീടിൻ്റെ പണിയാണ്. അപ്പോൾ അതിൻ്റെ സിസ്റ്റം നമ്മളിങ്ങനെ ചെയ്തിട്ട് വലിയ വീടിനൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കേസുള്ളൂ കേട്ടോ, ഷവർ ഇങ്ങനെ കൊടുക്കണതേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടാണ് മറിച്ചിട്ടുള്ളത് നമ്മൾ. കണ്ടില്ലേ, ഇതിങ്ങനെ ചെയ്താലേ ഉള്ളൂ ഗുണം. ഞാൻ പറഞ്ഞല്ലോ, ആമിൻ്റെ നീളം നമുക്ക് എത്ര വേണമെങ്കിലും, മറ്റേ സ്റ്റീലിൻ്റെ ആമിൻ്റെ നീളം കൂട്ടിനനുസരിച്ച് നമുക്കൊരു അഭംഗിയായിട്ട് തോന്നും. ഇതാകുമ്പോൾ നമുക്ക് ഷവർ ഹെഡ് മാത്രം മേലെ നിൽക്കുള്ളൂ കേട്ടോ. അത് നല്ലൊരു ഭംഗി ഉണ്ടാവും, നമുക്ക് കുറേ എക്സ്ട്രാ ഫിറ്റിങ്സ് നിൽക്കണ മാതിരി ഒന്നും തോന്നില്ല. പിന്നെ അത് നേരെ വരുന്നത് നമുക്ക് വാഷ് ബേസിൻ്റെ വേസ്റ്റ് അതിനുള്ള വെള്ളമാണ് കേട്ടോ. പിന്നെ നേരെ നമ്മൾ വാഷ് ബേസിൻ്റെ നേരെ ട്രാപ്പിലേക്ക് കയറ്റില്ല, ഡയറക്റ്റ് പുറത്ത് കേട്ടാം. അത് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യണ്ടേ. ഇനിയിപ്പോൾ അവിടെ 4 ഇഞ്ചിൻ്റെ പണിയുണ്ട്, വേസ്റ്റിൻ്റെ പണിയുണ്ട് കേട്ടോ. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ ഒന്ന് സൈറ്റിൻ്റെ അടുത്താട്ടോ ഈ ഒരു കാളപൂട്ട് മത്സരം നടക്കണ്ടേ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് സമയമൊന്നും എടുത്തുന്നുള്ളൂ. ഇത് കാണാത്ത ആളുകളൊക്കെ ഉണ്ടാവും. കാളപൂട്ട് മത്സരം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണിത്. കാളപൂട്ട് മത്സരം തന്നെ ഭയങ്കര ആരമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകൾ എത്തിച്ചേരുന്നുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ നമ്മൾ പ്രേക്ഷകരാരെയും ഒന്നും കാണാത്ത ആളുകളുണ്ടെന്ന് ഇതുവഴി ഒന്ന് കണ്ടോട്ടെ എന്നുള്ള എനിക്ക് എടുത്താണ്. അപ്പോൾ നമുക്ക് നമ്മളെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാം. നമ്മളെ ഷവർ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമ്മളെ ബാത്റൂമിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ആണ്. അപ്പോൾ പിന്നെ അവിടെ യൂറോപ്യൻ ക്ലോസറ്റും പിന്നെ ഷവറ് പിന്നെ ഒരു ടാപ്പ്. നമ്മൾ ഷവറിൻ്റെ സ്റ്റോപ്പ് കോക്ക് വെച്ചുള്ള സൈഡിലാട്ടോ, അതായത് എൻട്രൻസിൻ്റെ വാതിലിൻ്റെ നേരെ സൈഡിലൊരു ചെറിയൊരു ചുമരുണ്ട്, അതിന് സൈഡിലായിട്ടാണ് ആ ഒരു സ്റ്റോപ്പ് കോക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുന്നിൽ ടാപ്പ് കുറച്ച് മാറിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളെ വാഷ് ബേസിനാണ്, ഡൈനിങ് ഹാളിലേക്കുള്ള വാഷ് ബേസിന് അതിൻ്റെ മിറർ ലൈറ്റ്
അങ്ങനെ ചെയ്ത് പിന്നെ നമ്മൾ പുറത്ത് ഒരു ബാത്റൂം ചെയ്തിട്ടുണ്ട്. പുറത്തെ ബാത്റൂമിൽ കാര്യമായിട്ട് ഒരു ഇന്ത്യൻ ക്ലോസറ്റും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷവർ, ടാപ്പ്, ചിലവ് ചുരുങ്ങിയൊരു പ്ലംബിങ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ പിന്നെ ഇതാണ് ഷവറിന് മേലെ കൂടെ സീലിങ്ങിലിട്ടാണ്. പിന്നെ ഇത് ക്ലോസറ്റിൻ്റെ നേരെ പിന്നെ മുൻഭാഗത്തായിട്ടാണ് നമ്മൾ വേസ്റ്റ് ട്രാപ്പ് വെച്ചിട്ടുള്ളത്. വെള്ളമൊക്കെ അങ്ങോട്ട് മറിയാനും കാര്യത്തിനൊക്കെ അത് എളുപ്പം, ചെറിയ വേസ്റ്റൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ വെച്ചിട്ട് വെച്ചാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ. അതായത് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ സീലിങ്ങിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടത് അതൊരു എക്സ്റ്റൻഷൻ, കുറച്ച് ഉള്ളിൽ പോയതാണെങ്കിൽ മാത്രം, ഉള്ളിൽ കുറച്ച് കയറി നമ്മളെ പോയിന്റ് ചിലപ്പോൾ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ, അകത്ത് കയറി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലാകുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിനിപ്പിൾ മാത്രം ഉപയോഗിക്കട്ടെ 1 ഇഞ്ചിന്റെ. അപ്പൊ നമ്മളിത് കുറച്ച് ഉള്ളിലാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്ത് ഒരു എക്സ്റ്റൻഷൻ എടുത്തിട്ട് എക്സ്റ്റൻഷന് പിന്നെ ഒരു എക്സിനിപ്പിളും 1 ഇഞ്ചിന്റെ എക്സിനിപ്പിളും ഒരു എക്സ്റ്റൻഷനാണ്. അപ്പൊ ഇത് രണ്ടും ഗ്യാപ്പിലിട്ടിട്ടാണ് ഈ പ്ലാഞ്ച് ഇട്ടിട്ടുള്ളത്. പ്ലാഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇത് കാണുമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മള് അതിന് മുന്നേ ത്രെഡ്സിൽ ചുറ്റാം. ത്രെഡ്സിൽ ചുറ്റിയിട്ട് ത്രെഡ്സിൽ പല കളറിലും വരുന്നുണ്ട് കേട്ടോ. ഇതൊരു റോസ് കളറാണ്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, അത് റോസും വന്നിന്. ആവശ്യത്തിന് മാത്രം ടഫ്ലോൺ ചുറ്റുക ത്രെഡ്സിലെ. ഇത് താഴെ ഭാഗത്ത് വരുന്നതാണ് നമ്മളെ ഷവർ കൊടുക്കാനുള്ള ഭാഗം കേട്ടോ. നമ്മൾ ഈ എക്സ്റ്റൻഷൻ നേരെ മേലെ നമ്മള് പോയിന്റ് എൽബോയിലേക്ക് കൊടുക്കുക. ഈ ഭാഗം നമുക്ക് എക്സ്റ്റൻഷൻ വരുന്നത് നേരെ ഉള്ളിൽ കൊടുക്കാം. നിപ്പിൾ വരുന്നത് നമ്മള് ഷവറിന് വേണ്ടിയിട്ട് കേട്ടോ. നമ്മള് ഷവർ തുറക്കണം. റെയിൻ ഷവർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് നമ്മള് ഇതിനട്ടാ എക്സ്റ്റൻ നിപ്പിള് ഇതിന് കൊടുക്കുക. എക്സ്റ്റൻഷൻ മേലെ അറിയും, എല്ലാവർക്കും അറിയും. ചില തിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഭാഗം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് നേരെ ഇത് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തത്. ഇതാണ് ഇപ്പൊ നമ്മള് കോൺക്രീറ്റിലിട്ടാണ് ഈ ഒരു പൈപ്പ് കോൺക്രീറ്റിലിട്ടിട്ട് നേരെ അങ്ങോട്ട് കുറച്ച്. പിന്നെ ഇതാണ് നമ്മളെ ഷവറിന്റെ സ്റ്റോപ്പ് കോക്ക് വരുന്നത്. സ്റ്റോപ്പ് കോക്ക് നേരെ നമ്മൾ അവിടെ പൈപ്പ് ഇത് കോൺക്രീറ്റിൽ തന്നെ ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റില് പോയിന്റ് എൽബോ ഇട്ടിട്ട് നേരെ അവിടെ ISI ബെൻഡ് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ പൈപ്പ് നേരെ സ്റ്റോപ്പ് കോക്ക് കൊടുക്കുക. സിമ്പിൾ പരിപാടിയാണ്. പിന്നെ ആമുകളെ പറഞ്ഞാല് ഇത്രയൊക്കെ നീളം വരുമ്പോ തന്നെ ഷേക്ക് ചെയ്യും, അത് കുറച്ചൊരു അരോചകമായിട്ട് തോന്നും. ഇത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ സംഭവിച്ചെന്താ വെച്ചാല് ടാപ്പ് ഇത് ഷവർ പൊട്ടിപ്പോയി. അപ്പൊ റീപ്ലേസ് ചെയ്യണം, പുതിയ ഷവറ്. അപ്പൊ അത് ഒന്ന് കാണിക്കാൻ. അപ്പൊ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടില് സമയമായിട്ടില്ല, അതുകൊണ്ടാട്ടോ അത് ഫിറ്റാക്കണം. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതൊന്ന് ചെയ്യണത്. നമ്മള് നേരെ ഈ എക്സിനിപ്പിൾ അടിയിലിടാൻ പറഞ്ഞതിന് കാരണം നമുക്ക് അഡ്ജസ്റ്റബിൾ വെച്ചിട്ട് ടൈറ്റ് ആക്കാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോഴേ മറ്റേ ഈ ഭാഗം മേലൊക്കെ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ടൈറ്റ് ആക്കാൻ യാതൊരു നിർവാഹവും ഉണ്ടാവില്ല. അപ്പൊ ഇത് ഇവിടെ വെച്ച് നമുക്ക് ടൈറ്റ് ആക്കാൻ പറ്റും. പിന്നെ പ്ലാഞ്ച് ഇട്ടാൽ നമുക്ക് വൃത്തിയാണ്. ഫിറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാണുന്നില്ല. ഷവർ വന്നു കഴിഞ്ഞാല് കാണുന്നില്ല. അപ്പൊ ഫിറ്റിങ്, അതായത് ഇതിന്റെ എക്സിനിപ്പിളും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് പ്ലാഞ്ച് ഇപ്പൊ കറക്റ്റ് കണ്ടില്ലേ, പ്ലാഞ്ച് ചെയ്ത ആൾക്ക് കറക്റ്റ് നിൽക്കുന്നുണ്ട്. നമ്മള് ഷവർ ഹെഡ് കൊടുക്കുക. അപ്പൊ ഇതിലെ പിന്നെ വാഷ് ഇതുണ്ട് കേട്ടോ, സ്റ്റെയിനർ ഇതിലിട്ടിട്ട് സ്റ്റെയിനർ ഇടാൻ മറക്കണ്ട. ചിലപ്പോ കച്ചറൊക്കെ കുടുങ്ങിയിട്ട് ബ്ലോക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഷവറിന്റെ നോസിലുകളൊക്കെ. അപ്പൊ നേരെ നമ്മളിത് തിരിച്ച് ടൈറ്റ് ആക്കുക. നമ്മള് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഫിറ്റിംഗ് കഴിഞ്ഞു. ഇപ്പൊ നമ്മള് ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഫിറ്റ് ചെയ്താൽ കാണാം. ഇതിപ്പോ കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് വേണ്ട ഇത്ര നീളം വരുന്നുണ്ട്.
ഈ പിന്നെ ചുമരുമെന്ന് ഈ ഷവർ നിൽക്കുന്ന ഭാഗത്ത് ഇത്ര നീളമുണ്ട്. ഇത്ര വലിയ ആമൊക്കെ വെക്കുമ്പോ നമുക്ക് നല്ല ഷേക്ക് വരും, ഒരു ഭംഗി ഉണ്ടാവില്ല നമുക്ക്. പിന്നെ റൂമിലെ ബാത്റൂമിലെ ഒരു ഭംഗി വരില്ല. അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ ചെറുതാണ് ഇപ്പൊ നമ്മൾ വെച്ചിട്ടുള്ളത്, ചെറിയ ഷവറാണ് വെച്ചിട്ടുള്ളത്. വലിയ ഷവറൊക്കെ വെക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒന്നുകൂടി നല്ല സ്പ്രെഡായി വരും എല്ലാ ഭാഗത്തേക്കും. അപ്പൊ ചെറിയതാകുമ്പോൾ അതിനനുസരിച്ചുള്ളതുണ്ടാവും. നമുക്ക് ഈ ഒരു പോയിന്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചെറുതും വലുതൊക്കെ വെക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു സംഭവം നമ്മള് പ്ലംബറോട് പറയാം ഇത് ചെയ്യാണ്ടെന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് പൈപ്പ് അവർ ഇട്ട് തരും. പിന്നെ അത് മാത്രമല്ല, ഹൈറ്റ് കൂടിയ സീലിങ്ങിനൊന്നും ഇത് നടക്കൂല. വാൾ സീലിംഗ് ചെയ്യണ്ടെങ്കിൽ ഓക്കെ, അല്ലാത്ത സീലിങ്ങിനൊന്നും ഇങ്ങനത്തെ പരിപാടി നടക്കില്ല. അപ്പൊ ഇങ്ങനത്തെ ഹൈറ്റ് കുറഞ്ഞ സീലിങ്ങുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു സംഭവമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത് കണ്ടില്ലേ, ഷവറിന് ഓണാക്കി വെക്കാം. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ബാത്റൂമിൽ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണിത്. അപ്പൊ നമ്മൾ ഈ ചാനല് ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് തന്നെ അറിയിക്കട്ടോ. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.